ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റൽ പരിപാടി ആയിട്ട് എനിക്കത് മനസ്സിലായായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി റിവ്യൂ വായിക്കുകയോ അതിനെപ്പറ്റി ഒന്നും ഞാൻ കേൾക്കുകയോ ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത കാര്യം. ആക്ച്വലി ഡോണിന്റെ വർക്കിനെ പറ്റിയൊക്കെ ഒരുപാട് അറിയുന്ന ഒരാളാണ്. അപ്പം ഡോണിന്റെ പേരുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു എന്ത് മീറ്ററിലേക്ക് ഇത് പോകുന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പം അത് ഉറപ്പായി എങ്ങനത്തെ ഒരു പടമായിരിക്കും എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. സോ എനിക്കിതിലെ എല്ലാം ഇഷ്ടപ്പെട്ട ആക്ടേഴ്സാണ് ഇതിലുള്ളത്. അവരുടെ പെർഫോമൻസ് കാണാൻ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഡോണിന്റെ ഫ്രെയിംസുകളും തിയേറ്ററിൽ പോയി തന്നെ വിറ്റ്നസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് തന്നെ 23rd ഫെബ്രുവരി ഞാൻ മനസ്സിലിങ്ങനെ കുറിച്ചിട്ടേക്കുവാണ്. അതെ 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 കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വേറെ ഒന്നും ഇതിനെപ്പറ്റി കണ്ടില്ല. ഈ ഒരു ട്രെയിലർ ബിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് പെർഫോമൻസ് ഒരു നല്ലൊരു ഡയറക്ടറിന്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അവരുടെ ചേഞ്ച് ഓവർ കാണാൻ എനിക്ക് ഞാൻ എക്സൈറ്റഡ് ആണ്. പിന്നെ ആട്ടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു പടമാണ്. കാരണം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത, ഒരുപാട് മനസ്സിൽ തട്ടിയ ഒരു സിനിമയാണ്. ഞാനത് കണ്ടതിന് ശേഷം വിനയ് ചേട്ടനും ഞാൻ അതിന്റെ ഡയറക്ടറിനും ഒക്കെ ഞാൻ മെസ്സേജ് അയച്ച്, ഞാൻ കോൾ ചെയ്ത് സംസാരിച്ച് ഞാൻ പറഞ്ഞതാണ് എനിക്ക് എത്രത്തോളം അത് എന്നെ എഫക്ട് ചെയ്ത ഒരു സിനിമയാണെന്നുള്ളത്. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇനിയും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അത് ഫാമിലിയും അതുപോലെ മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ രണ്ട് തരത്തിലുള്ള പടങ്ങൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ആൾക്കാരിൽ റീച്ച് ആയ ഒരാളാണ്. പല സിനിമകളും നമ്മളെ ഏലനൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇന്നലെ മലക്കോട്ട വേലവൻ ഇറങ്ങിയപ്പോൾ രണ്ട് തരത്തിലുള്ള ഓഡിയൻസ് ആയിട്ട് ചേഞ്ച് ആയിട്ടും തോന്നുന്നുണ്ടോ? അതായത് എനിക്ക് തോന്നുന്നത് എല്ലാ പടങ്ങൾക്കും ഓഡിയൻസ് ഉണ്ട്. ഓരോ കാറ്റഗറിക്കും അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ട്. നമ്മള് ഹൈപ്പ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്, പ്രതീക്ഷ വെക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ചിലപ്പോൾ അനുരാഗ് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷെ നമ്മള് ആ ഒരു ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലും അതിന്റെ കഥയും അതിന്റെ പെർഫോമൻസും അതിന്റെ മേക്കിങ്ങും അതിന്റെ എഫേർട്ടും എല്ലാം ആലോചിച്ച് നമ്മൾ സിനിമ കാണുക. അത് എന്താണ് ആ കഥ കൊണ്ടും ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ എല്ലാത്തരം സിനിമകൾക്കും എപ്പോഴും ഓഡിയൻസ് ഉണ്ടാവും. അപ്പം നമ്മളുടെ ഇപ്പൊ ആസ് എൻ ആക്ടർ നമ്മൾ എങ്ങോട്ടാണ് കരിയർ സ്റ്റിയർ ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യം പോയി കണ്ടത് ആട്ടാണ്. ഇനി അടുത്തത് കാണാനുള്ളത് ജോയിച്ചേട്ടന്റെ പടമാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാനിപ്പം അതിന് എന്നെ ഒരു വട്ടം ഡബ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ കണ്ടതിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റൽ പരിപാടി ആയിട്ട് എനിക്കത് മനസ്സിലായായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി റിവ്യൂ വായിക്കുകയോ അതിനെപ്പറ്റി ഒന്നും ഞാൻ കേൾക്കുകയോ ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും സിനിമ കാണുന്നതിന് മുന്നേ റിവ്യൂ ഒന്നും നോക്കാണ്ട് പോയി കാണുന്ന ആളാണ്. കാരണം അപ്പോഴാണ് നമുക്കൊരു സെറ്റ് എക്സ്പെക്ടേഷൻ നമ്മുടെ മനസ്സിൽ കയറുന്നത്. ഇപ്പം ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ മോശമാണെന്ന് പറഞ്ഞു പോകുന്ന കുറെ സിനിമകളും നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ നമുക്കും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് അറിയാം, വിമർശനങ്ങളും അതിനെ പറ്റിയുള്ള നോയ്സും കുറച്ചധികം എപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് തിയേറ്ററിൽ പോയിട്ട് എൻ്റെ തന്നെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഞാനെപ്പോഴും ചെയ്യാറുള്ളത് ആസ് എൻ ഓഡിയൻസ്. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അത് തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ ഓടിപ്പോയി വിമർശിക്കാതെ പടം കണ്ടിട്ട് നമുക്ക് എന്താണ് അതിൽ പറയാനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നത്.